പശ്ചിമേഷ്യയിലെ ഗസയിൽ ഉടൻ വെടിനിർത്തണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അവഗണിച്ച് ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 60ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന നടുക്കുന്ന വാർത്ത വരികയാണ്. അക്രമം ഉടൻ നിർത്തണം എന്ന ട്രംപിന്റെ ആവശ്യം ഈ ഇസ്രയേലികൾ അംഗീകരിച്ചില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. പി ജെയിംസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഒരു ഞായറാഴ്ചയാണല്ലോ പി ജെയിംസ്, പോയി കിട്ടിയല്ലോ. അതെ, എല്ലാ ഞായറാഴ്ച പോയി കിട്ടിയില്ലേ? ഓക്കെ, എല്ലാ ഞായറാഴ്ച ഇവിടെ വരാറുണ്ട്. ജെയിംസ് ചരിത്രത്തിൽ സ്ഥാനം നേടും. അതായത് അന്തർദേശീയ വാർത്തകളിൽ ആത്മാഹൂതി ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ ഞായറാഴ്ച. വാർത്തകൾ എന്നും നമ്മുടെ ഒരു ഹരമാണ്. നമ്മളിത് പറയുമ്പോഴേ ഇസ്രയേൽ സേന ഈ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടൊന്നും അങ്ങേര് അവർ കേൾക്കുന്നില്ല. 61 പേരെ എങ്ങാണ്ട് കൊലപ്പെടുത്തിയെന്നുള്ള റിപ്പോർട്ട് വരുന്നത്. പല പ്രേക്ഷകരും അതിശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഗസയിൽ നടന്ന ഈ കാര്യം. എസ് കെ എൻ, ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആര് പറഞ്ഞാലും അവർക്ക് അവരുടെ ഒരു നയമുണ്ട്. പ്രത്യേകിച്ച് നെതന്യാഹുവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയോണിസ്റ്റുകളും മനുഷ്യരെ കൊന്നൊടുക്കുന്നതിൽ ഹരം കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധകാലത്ത് 60 ലക്ഷം യഹൂദരെയാണ് നാസികളും ഹിറ്റ്ലറും ചേർന്ന് കൊന്നൊടുക്കിയത്. അന്നത്തെ ഒരു അനുഭവത്തിൽ നിന്നെങ്കിലും മനുഷ്യരോട് കൂടുതൽ കാരുണ്യം കാണിക്കേണ്ടവരാണ് യഹൂദന്മാർ, ജ്യൂസ്. അവർ പക്ഷെ തിരിച്ചാണ്. എല്ലാവരുടെ കാര്യം പറയുന്നില്ല. ഇസ്രായേലിലെ ജനത ഭൂരിപക്ഷം പേരും ഈ മനുഷ്യക്കുരുതിക്ക് എതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഭരണരംഗത്തിരിക്കുന്നവരും ഭരണകൂടവും ഇതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. എസ് കെ എൻ, അപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ ഈ ട്രംപിൻ്റെ അതിശക്തമായിട്ടുള്ള ഇതാണ് പറഞ്ഞത്. നിങ്ങളിനി ആക്രമിക്കാൻ പാടില്ല, സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇന്നലെ ശനിയാഴ്ച നമ്മൾ സംസാരിക്കുന്നതിന് ശേഷവും ആ തരത്തിലുള്ള ആക്രമണം നടന്നു. 60ലേറെ പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, സമാധാനത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ ഉണരുമ്പോഴും രണ്ട് പക്ഷത്തു നിന്നും മുറുമുറുപ്പും കല്ലുകടിയും ഉണ്ടാവുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തലിന് തയ്യാറാണ്, പിന്മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അവിടുത്തെ വലതുപക്ഷ സിയോണിസ്റ്റുകളുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ബെൻഗീവർ, ഒരുപക്ഷെ നെതന്യാഹുവിനെ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്തായി സ്വാധീനിക്കുന്നത് ബെൻഗീവറും സ്മോട്രിച്ചുമാണ്, അവിടുത്തെ ധനകാര്യമന്ത്രി. അവരുടെ പിൻബലത്തിലാണ് ഇപ്പോൾ നെതന്യാഹു ഭരിക്കുന്നത്. ഈ വലതുപക്ഷ സിയോണിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ഈ ട്രംപിൻ്റെ പദ്ധതി അംഗീകരിച്ച് ഹമാസിനെ അംഗീകരിക്കാൻ പറ്റില്ല, ഹമാസിനെ തകർക്കണം എന്ന നിലപാടിൽ നിൽക്കുന്നു. പക്ഷെ അമ്പരപ്പിച്ചുകൊണ്ട് ഇസ്രായേലിലെ പ്രതിപക്ഷം ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ പദ്ധതി അംഗീകരിക്കണം, ഞങ്ങൾ കൂടെ നിൽക്കാം, നിങ്ങൾ വലതുപക്ഷ തീവ്രവാദികളെ പേടിച്ച് ഇത് അംഗീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല, അവരെ തള്ളിപ്പറയൂ എന്നാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇസ്രായേലിൽ ആ തരത്തിലൊരു തീരുമാനമുണ്ടായി. ഇസ്രായേൽ ജനങ്ങളും അതിശക്തമായ നിലപാടിലാണ്. ഒപ്പം എസ് കെ എൻ, ഈ പാലസ്തീൻ്റെ ഭാഗത്ത് ഹമാസ് ചെറിയ ഉരുണ്ടുകളി നടത്തുന്നുണ്ട്. അവർ പിന്മാറാൻ തയ്യാറാണ്, പാലസ്തീൻ ടെക്നോക്രാറ്റുകളെ ഏൽപ്പിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോഴും നിരായുധീകരിക്കുമെന്നോ അവരവിടെ നിന്ന് മാറി നിൽക്കുന്നുവെന്നും കൃത്യമായിട്ട് പറയുന്നില്ല. പിന്നെ മാത്രമല്ല, അവർ ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സേന ഇപ്പോൾ പിന്മാറും, ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും ബന്ദികളെ വിട്ടയക്കലും ഏതാണ്ട് ഒരുമിച്ച് നടക്കണമെന്നാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. പക്ഷേ പൊതുവെ ഇസ്രായേലും ഹമാസും ഈ പദ്ധതിയെ മൊത്തത്തിൽ അംഗീകരിച്ചു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതിനിടയിലാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എസ് കെ എൻ, ഒരുപക്ഷെ അതിനിടയ്ക്ക് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നൊരു വാർത്ത വരുന്നത്, ഫ്ലോട്ടില്ല സുമുദ് എന്ന കപ്പൽ അതുപോലെ തന്നെ ബോട്ടുകളുടെ വ്യൂഹം വന്നിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 500ഓളം പേരെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. അവരെ ഉപദ്രവിക്കുന്നു, മർദ്ദിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു. ഗ്രെറ്റ തുൻബർഗ്, ലോക പ്രശസ്തിയായ പരിസ്ഥിതി പ്രവർത്തക അടക്കമുള്ളവരെ അവരെ മർദ്ദിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും വല്ലാതെ ഇസ്രായേൽ പതാക പുതപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.